നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 10th ലെവൽ കോമൺ പ്രിലിമിനറിയുടെ ഡേറ്റ് കംപ്ലീറ്റ് വന്നു കഴിഞ്ഞു. 6 ഘട്ടങ്ങളായിട്ടാണ് നടത്തുന്നതെന്ന് നമ്മൾ അറിഞ്ഞു. അതിന്റെ കൂടെ തന്നെ നമ്മൾ 70 ഡേയ്സ് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ ചാനൽ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരൊക്കെ 70 ഡേയ്സ് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിലിംസിന്റെ ഡേറ്റ് വന്നു. അതായത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 15 മുതലാണ്. ആദ്യത്തെ 2 സ്റ്റേജ് മെയ് മാസം ഉണ്ടെന്ന് നമുക്കറിയാം. അതിനുശേഷം ജൂലൈ വരെയാണ് ഇത് നീണ്ടുപോകുന്നത്. അതിനകത്ത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. കുറേ കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് എന്താണ്, ഫസ്റ്റ് സ്റ്റേജ് അത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യത്തെ സ്റ്റേജ് എഴുതാൻ പോകുന്നവർ കുറച്ച് അൺലക്കി ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ, എത്രത്തോളം ടഫ്നെസ് ആണ് ഈ PSC ഉദ്ദേശിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ ടഫ്നെസ് വളരെ കുറവായിരിക്കാനാണ് സാധ്യത. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ തന്നെ ഒരുപാട് കടുകട്ടിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിലിംസിന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിലിംസ് എഴുതിയ സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റം അന്ന് PSC കൊണ്ടുവന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രിലിംസ് താരതമ്യേന എളുപ്പമായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എല്ലാം നമുക്കറിയാം അല്ലേ. കട്ട് ഓഫ് ഏകദേശം 35-40 ആ ഒരു റേഞ്ചിൽ, 45 ആ ഒരു റേഞ്ചിലായിരുന്നു പല ജില്ലകളുടെയും കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. അതുകൊണ്ട് ഇനിയും പഠിച്ചു തുടങ്ങിയാൽ മതിയോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. മതി എന്നാണ് അതിൻ്റെ ആൻസർ. അതിന് ഇനി നിങ്ങൾക്ക് മെയ് 15 ഫസ്റ്റിലെ ആ ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ ആണ് നിങ്ങളുടെ എക്സാം വരുന്നതെങ്കിൽ പോലും ഇനിയും മുതൽ, അതായത് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് കടക്കാൻ സാധിക്കും. അപ്പോൾ പ്രിലിംസിന്റെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സിലബസ് തന്നെയാണ് ഈ വർഷവും ചോദിച്ചിരിക്കുന്നത്. സിലബസിനകത്ത് വെയിറ്റേജ് എല്ലാം തുല്യമായതുകൊണ്ട് ഇപ്പോൾ ഹിസ്റ്ററിയെ ഒഴിവാക്കി ജോഗ്രഫി, എക്കണോമിക്സോ അല്ലെങ്കിൽ സിവിക്സോ അങ്ങനെ പഠിക്കാനായിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണ്, എല്ലാത്തിനും 10 മാർക്ക് വീതമാണ് പോയിരിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷും മലയാളവും ഇല്ല. അതൊരു പോസിറ്റീവ് സൈഡായിട്ട് എടുത്ത് പറയുന്ന ചിലരുണ്ട്, അതിനെ നെഗറ്റീവ് സൈഡിലോട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുമുണ്ട്. എന്തായാലും അത് രണ്ടും ഇല്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നിന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒന്നാമത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് SCRT ടെക്സ്റ്റ് ബുക്കുകളെ തന്നെയാണ്. അപ്പോൾ പലർക്കും ഇപ്പോഴും ഉള്ള ടെൻഷനാണ്, SCRT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ കംപ്ലീറ്റ് പുസ്തകങ്ങളും കാണാതെ പഠിക്കണോ? വേണ്ട. അത് ഞാൻ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരോട് പല വട്ടമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഈ സിലബസ് അനുസരിച്ചിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ഉണ്ട്. ചില സിലബസിനകത്ത് കറക്റ്റ് ആ SCRT ചാപ്റ്ററിൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. ഇനി കാണാതെ പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതും ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്ക് ഓപ്ഷൻസ് തരുന്നുണ്ട്. അപ്പം നമുക്ക് റീകോൾ ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് 2-3 വട്ടം വായിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് അത് റീകോൾ ചെയ്താൽ കിട്ടുന്ന കാര്യമായിരിക്കും PSC ചോദിക്കും. നമ്മൾ ഒരിക്കലും അത് നമ്മൾ എഴുതി നോക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട. അപ്പോൾ ആദ്യമായി പഠിച്ചു തുടങ്ങുന്നവർ ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങൾ SCRT കവർ ചെയ്യുക. അപ്പോൾ SCRTയിൽ ഇപ്പോഴും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ SCRTയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാനടക്കമുള്ള യൂട്യൂബിലെ എല്ലാ ചാനലുകാരും പല വട്ടമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുവരെ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യുക, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇനി തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിൻ്റെ ചാനലിനകത്ത് നമ്മൾ ഫോളോ ചെയ്തു വന്നിരുന്നൊരു രീതി ഉണ്ടായിരുന്നു. എന്താണ്, കാണുന്നവർക്കറിയാം. അതായത് നമ്മൾ ആദ്യം സിവിക്സ് അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു, SCRT ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എക്കണോമിക്സ്, അതിനുശേഷം ജോഗ്രഫി. അങ്ങനെ പോകുന്ന സമയത്താണ് 70 ഡേയ്സ് ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുകയും ഡേറ്റ് വരികയൊക്കെ ചെയ്തത്. അപ്പോൾ അതൊന്നും മുടങ്ങി കിടക്കുകയാണ്. നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് കേരള ജോഗ്രഫി വരെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. കേരള ജോഗ്രഫി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമൺ ജോഗ്രഫി, അതായത് വേൾഡ് ജോഗ്രഫിയിൽ നിന്നും പ്രിലിംസിന് വളരെ ക്വസ്റ്റ്യൻസ് കുറവാണ്. സോ ആ ഒരു മേഖല മിക്കവാറും നമ്മൾ ഈ ഒരു തിരക്ക് ഇതുള്ളത് കൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തിട്ട് ഹിസ്റ്ററി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാനാണെന്ന് വിചാരിക്കുന്നത്. അത് തീരുമാനമായിട്ടില്ല, പറയാം. പിന്നീട് പറയാനുള്ളത്, ഇന്നോട്ട് പഠിച്ചു തുടങ്ങുന്നവർ SCRT വൃത്തിയായിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് ഒന്ന് വായിക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിലിംസ്, അതുപോലെ തന്നെ 2017, 18, 19 ആ ഒരു സമയത്തെ LDC ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും. LDCയുടെ GK പോർഷൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം ഇന്ന് തൊട്ട് പഠിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നവരോട് നിഷ്പ്രയാസം നിങ്ങൾ ഇന്ന് തൊട്ട് ഒരു 4 മണിക്കൂർ മാറ്റിവെക്കുക. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഷുവറായിട്ടും പ്രിലിംസ് കടക്കാനായിട്ട് സാധിക്കും. കാരണം പ്രിലിംസ് ഒരു കട്ട് ഓഫ് മാത്രമാണ്. നമുക്ക് അത്രയും കടന്നാൽ മാത്രം മതി. ആ ഒരു കട്ട് ഓഫ് കടക്കാനായിട്ട് നിങ്ങൾക്ക് മിനിമം ഇനിയുള്ള ദിവസങ്ങൾ ഒരു 50 ഡേയ്സോ അല്ലെങ്കിൽ 35 ഡേയ്സോ ഒക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. എങ്കിൽ പോലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും പ്രിലിംസിന് വേണ്ടി പഠിക്കരുത്.
നിങ്ങൾ പഠിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻസ് എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. റിസൾട്ട് എന്ന് വേണേലും വന്നോട്ടെ, എന്തായാലും എത്ര നാളായാലും അവർക്ക് തടഞ്ഞു വെക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് എന്നായാലും അതിൻ്റെ റിസൾട്ട് വരും. പിന്നെ മെയിൻസ് വിളിക്കും. മെയിൻസ് വിളിക്കുന്ന സമയത്ത് നമുക്ക് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നും പഠിച്ചില്ലല്ലോ, ഇത്രയും നാൾ വേസ്റ്റ് ആക്കിയല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അത് നമ്മുടെ കൂട്ടത്തിൽ ആർക്കും വരരുത്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രിലിംസിൻ്റെ കൂടെ തന്നെ മെയിൻസിനും കൂടെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. പ്രിലിംസ് ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങിയാലും മതി, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കും. പ്രിലിംസ് വളരെ ഈസി ആയിരിക്കും. നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും പ്രിലിംസ് കവർ ചെയ്യാൻ പറ്റും. SCRT മുറുകെ പിടിച്ചോളുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, റാങ്ക് ഫയൽ കാണാതെ പഠിക്കേണ്ട, പകരം ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് SCRT കവർ ചെയ്തതിന് ശേഷം, നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾ റാങ്ക് ഫയൽ ഓടിച്ചിട്ടൊന്ന് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറണ്ട് അഫയേഴ്സിനും അതുപോലെ തന്നെ ഊന്നൽ കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നോട്ട് പഠിച്ചാലും നമുക്ക് ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജോ ഏതാണെങ്കിലും നമുക്ക് സുഖമായിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രിലിംസ്. എങ്കിലും പ്രിലിംസ് മാത്രം പഠിക്കരുത്, മെയിൻസും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.